നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന അറിവിൻ്റെ ഭണ്ഡാകാരമായ നമ്മുടെ നേതാവ്, മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്, എനിക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, ഞാൻ തിരുത്തുമെന്നാണ്. അദ്ദേഹം തിരുത്തുമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് കൃത്യമായി പറഞ്ഞത്. എന്നാൽ ആ തെറ്റ് ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ ഒരേപോലെ പ്രക്ഷേപണം ചെയ്യുകയും വാർത്ത പ്രിൻ്റ് ചെയ്ത് വരികയും ചെയ്തു എന്നുള്ള കാര്യമാണ് ദൗർഭാഗ്യകരമായ കാര്യം. വി.ഡി. സതീശൻ നമുക്കറിയാം, അറിവിൻ്റെ ഭണ്ഡാകാരമാണ്. വായനയിലും എഴുത്തിലും അതേപോലെ തന്നെ അദ്ദേഹം നിയമകാര്യങ്ങളിലും അതീവ പാണ്ഡിത്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലുള്ള വേഗത കൊണ്ടും അദ്ദേഹം മാന്യമായ പരിവേഷമുള്ളത് കൊണ്ട് മാത്രം. അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷെ നിയമപരമായ തെറ്റ് അദ്ദേഹം ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകം നമ്മൾ ഓർക്കണം. അത്രയ്ക്കും ജനാധിപത്യ ബോധമുള്ള ഒരാളാണ്. എന്നെ വിമർശിക്കാം, ആ വിമർശനം ശരിയാണെങ്കിൽ ഞാൻ തിരുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് ആ തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്താണ് തിരുത്താനുള്ള കാര്യം? അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ആ വീഡിയോയുടെ ഭാഗം കേൾക്കാം. നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ ഇല്ലേ, നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ പിണറായി വിജയന്റെ ഗൺമേൻ അടക്കമുള്ള ആളുകൾ നിരപരാധികളായ എ.വി. തോമസിനെയും അതേപോലെ മറ്റൊരു KIC പ്രവർത്തനെ ക്രൂരമായി മർദ്ദിച്ചു. കേരളം ഞെട്ടലോട് കൂടിയിട്ടാണ് ആ കൃത്യം കണ്ടത്. അതിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുനരന്വേഷണം നടത്താൻ വേണ്ടി ആലപ്പുഴയിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് ഗുരുതരമായ ഒരു തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പുനരന്വേഷണം എന്നൊരു സംഭവം നിയമവ്യവസ്ഥയിലില്ല. തുടരന്വേഷണമേ ഉള്ളൂ. അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉള്ളത്, അല്ലാതെ റീ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല. അദ്ദേഹം ഇംഗ്ലീഷിൽ മാറ്റി പറഞ്ഞപ്പോൾ അത് റീ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു. അതുകൂടി കേൾക്കാം. The government has not so far issued an order for re-investigation. എന്നാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു. ഞാനിത് തെറ്റാണ് പറയാൻ കാരണം, ഞാനും ഇതേപോലെ അബദ്ധം ആദ്യം ഒരിക്കൽ സംഭവിച്ചിരുന്നു. കവിയൂർ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി ആദ്യം ഞാൻ റീ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് മടക്കി കോടതി. എന്നിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായി പഠിക്കുകയും പിന്നീട് അഡ്വക്കേറ്റ് എനിക്ക് അത് തയ്യാറാക്കി തരും ചെയ്തു. അങ്ങനെയാണ് തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു. അതേപോലെയുള്ള ഒരു അന്വേഷണമാണ് ആലപ്പുഴ എം.എൽ.എയെ മർദ്ദിച്ച കേസിൽ, KIC നേതാവ് മർദ്ദിച്ച കേസിൽ, 2 പേരെ മർദ്ദിച്ച കേസിൽ പിണറായി വിജയന്റെ രക്ഷാദൗത്യം ആണ്, അവരെ രക്ഷിക്കലിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മർദ്ദിച്ചത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ ആണ് വി.ഡി. സതീശൻ ഇപ്പോൾ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് പുനരന്വേഷണം എന്നാണ്. അത് തെറ്റാണ്. ആ തെറ്റ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചിരി വന്നത്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പം TV കാണുന്നത് പോലും പുനരന്വേഷണത്തിന് ഷൗക്കത്ത് അലി SP ആണ് ചാർജ് എന്നാണ്. രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണം എന്നാണ് ഇന്നത്തെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിന്റെ മറുഭാഗമായിട്ട്, ഫ്രണ്ട് പേജിൽ നിന്ന് തന്നെ പറയാം, 8 വലിയ കോളത്തിൽ 2 ഷീറ്റ് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അത്ര ചെയ്തു തോന്നുന്നു. രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണം എന്നാണ്. പുനരന്വേഷണമല്ല, തുടരന്വേഷണമാണ്. ഇതേപോലെ മംഗളത്തിൽ കൊടുത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണം എന്നാണ്. അതും തെറ്റാണ്. തുടരന്വേഷണം എന്നാണ് വേണ്ടത്. അതേപോലെ മനോരമയിൽ
മനോരമയിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണം. ഈ എല്ലാ പത്രങ്ങളും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായും തെറ്റാണ്. അതായത് 173(8) പ്രകാരമുള്ള തുടരന്വേഷണമാണ് നടത്തേണ്ടത്, അല്ലാതെ പുനരന്വേഷണമോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ അല്ല. VD സതീശൻ പോലെയുള്ള പ്രഗത്ഭനായ ഒരാൾക്ക് പോലും തെറ്റ് പറ്റാം. അദ്ദേഹം പ്രഗത്ഭനായ അഭിഭാഷകനാണ്, വായിക്കുന്ന ആളാണ്, സ്ഥിരമായി നിയമസഭയിൽ ഏറ്റുമുട്ടുന്ന ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും തെറ്റ് പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റുന്ന തെറ്റാണ്. തുടരന്വേഷണവും പുനരന്വേഷണവും വ്യത്യസ്തമാണ്. പുനരന്വേഷണം എന്ന് പറയുന്ന സംഭവം നിയമവകുപ്പിലില്ല. ഇതിനെ ആസ്പദമാക്കി ഞാൻ കൃത്യമായി നിയമങ്ങളെല്ലാം രേഖകളെല്ലാം VD സതീശന് മുഖ്യമന്ത്രിക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് കണ്ടിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് അദ്ദേഹം അടുത്ത മീറ്റിങ്ങിൽ, അതായത് മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാര്യം പത്രക്കാരെ അറിയിക്കണം എന്നുള്ളതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയാൽ അദ്ദേഹം തിരുത്തുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നിയമപരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഞാൻ നിയമവ്യവസ്ഥയിൽ എന്താ പറയുന്നത് നോക്കി ഞാൻ പറഞ്ഞുതരാം. ആസ് പെർ ഇന്ത്യൻ ക്രിമിനൽ ലോ, further investigation is the correct legal item. Reinvestigation is generally not permissible and is forbidden by law. Further investigation, this is allowed. What it is? Continuation of the earlier investigation to collect additional evidence. It is supplementary, not fresh. Legal basis. Section 173(8) of the Code of Criminal Procedure 1973 empowers police to do further investigation even after filing charge sheet. Who can order? Magistrate can order it. Police also have a statutory right to it and their own effect does not wipe out the previous investigation. The report filed is called a supplementary report. Reinvestigation and fresh investigation not allowed. What it is? De novo or fresh investigation from scratch, wiping out the earlier investigation. Legal position. Direction of a reinvestigation, however, being forbidden in law, no superior court would ordinarily issue such a direction. Rule. Magistrate has no power to direct reinvestigation or fresh investigation. അതായത് റീഇൻവെസ്റ്റിഗേഷനോ ഫ്രഷ് ഇൻവെസ്റ്റിഗേഷനോ ഓർഡർ ചെയ്യാനുള്ള പവർ മജിസ്ട്രേറ്റിൽ അദ്ദേഹത്തിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഓർഡർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതായത് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്താണ്? ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. അത് കൃത്യമായി മനസ്സിലാക്കാതെ അദ്ദേഹം തിരക്കിനിടയിൽ വളരെ അശ്രദ്ധമായി ഈ കാര്യം പറഞ്ഞതാണ്. അദ്ദേഹം ബോധപൂർവം പറഞ്ഞതൊന്നല്ല, കാരണം മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞതല്ല. Exemption. Only High Court, Supreme Court under Articles 226 and 32 of the Constitution can order reinvestigation in rare cases where probe is unfair, malafide or incomplete. Bottom line, use further investigation for any additional probe after the first report. Reinvestigation means starting over, which CRPC does not allow for magistrate police. So if you are filing an application before a magistrate ask for further investigation, you under section 173(8) CRPC, not reinvestigation. Need the exact section or case in reference for your situation. ഇതിനെക്കുറിച്ചിട്ട് ശ്രീ മഹേഷ് പുരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശിന്റെ വിധിയിലുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം ആലപ്പുഴ സംഭവത്തിൽ മജിസ്ട്രേറ്റ് കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഉത്തരവിട്ടിട്ടുള്ളത്, അതായത് തുടരന്വേഷണം. എന്നാൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് തെറ്റായിട്ട് റീഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പുനരന്വേഷണം എന്ന് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്നലെ ഞാൻ പ്രമുഖയായ ഒരു അഡ്വക്കേറ്റുമായി സംസാരിച്ചു. പ്രത്യേകിച്ചും അദ്ദേഹവുമായി ബന്ധമുള്ള ഒരു അഡ്വക്കേറ്റുമായി സംസാരിച്ചു. അവരും പറഞ്ഞു റീഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്നുള്ളത്. എന്നാൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ഞാൻ വേറെ നിയമപുസ്തകങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടുള്ള കാര്യം, ഞാൻ പഠിച്ചുള്ള നിയമപ്രകാരം, ഞാൻ കോടതിയിൽ വാദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പ്രകാരം റീഇൻവെസ്റ്റിഗേഷനിലെ ഫർദർ ഇൻവെസ്റ്റിഗേഷനേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ CRPC 173(8) പ്രകാരമാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. ഇതിപ്പം CRPC മാറിയിട്ടുണ്ട്, അത് BNSS പ്രകാരമുള്ള പുതിയ പ്രകാരം വരും. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നതിന് കൂടുതലായി ഡീറ്റെയിൽ ആയി പറയാം. എന്തായാലും ഒരു കാര്യം പറയാം, ഈ തുടരന്വേഷണത്തിൽ ഇപ്പോൾ SP ഷൗക്കത്ത് അലിയെ നിയമിച്ചിരിക്കുന്നു. ആ നിയമിച്ചതിൽ കൃത്യമായി പിണറായി വിജയൻ കുടുങ്ങാൻ പോവുകയാണ്. കാരണം
അവിടെ നടന്ന ആലപ്പുഴയിൽ പിണറായി വിജയന്റെ ഗൺമാൻമാർ 3-4 പേർ കൂടിയിട്ടാണ് നിരത്തിലേക്ക് ഇറങ്ങി കൃത്യമായി നിരപരാധികളായ ആയുധങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രതിഷേധ കരിങ്കൊടി കാണിച്ചുള്ള കുട്ടികളെ 2 പേരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. അത് വി.ഡി. സതീശൻ പറഞ്ഞ മറക്കില്ല, ഞങ്ങളെ കുട്ടികളെ നിങ്ങൾ മർദ്ദിച്ചത് ഞങ്ങൾ മറക്കില്ല. കേരളം മുഴുവൻ ഞെട്ടലോട് കൂടിയിട്ടാണ് ആ രംഗം കണ്ടിട്ടുള്ളത്. വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച ഭീകരതയുടെ ഏറ്റവും ഭീകര രൂപമാണ് ആലപ്പുഴയിൽ നടന്നത്. അത് എന്നെ അടക്കം കള്ളക്കേസിൽ കൂടി അറസ്റ്റ് ചെയ്ത് 44 ദിവസം ജയിലിൽ കിടന്നിട്ട് 3 തവണയിട്ട്. അതൊക്കെ പിണറായി വിജയന്റെ ആ മന്ത്രിസഭ അദ്ദേഹത്തിന്റെ താണ്ഡവമാണ്. അധികാരം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള അഹങ്കാരമാണ്. വീണ ജോർജിനെ വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കുന്നതിന്റെ ലക്ഷണമായിരുന്നു. ഇവിടെ കുട്ടികളെ മർദ്ദിക്കുകയാണ്. എന്റെ മേൽ ശരീരത്തിൽ ഇന്നേ വരെ ഒരു പോലീസുകാരനും തൊട്ടിട്ടില്ല. ജയിലിൽ പോയപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴോ അവരെല്ലാവരും പറഞ്ഞത് പിണറായി വിജയൻ മുകളിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് വീണ ജോർജ് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്, ദയവായി ക്ഷമിക്കണം, ഞങ്ങൾക്കറിയാം കേസ് നിൽക്കില്ല. അതന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്റെ കേസിൽ പറഞ്ഞു എന്റെ കേസേ നിൽക്കില്ല എന്നാണ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിലാണ് വളരെ ഇവിടെ അതേപോലുള്ള നിരവധി ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ പിണറായി വിജയന്റെ 10 വർഷത്തിനുള്ളിൽ കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അതിന്റെ രക്ഷാദൗത്യം എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ വെച്ച് ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചപ്പോൾ പോലും പിണറായി വിജയൻ പറഞ്ഞത് ഞാനത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കല്ലേ രക്ഷാദൗത്യമാണെന്നുള്ളത്. അത്രയും ഭീകരനായ ചോരക്കൊതിയനാണ് പിണറായി. മറ്റുള്ളവരെ വേദന ആസ്വദിക്കുന്ന ഒരു സാഡിസ്റ്റാണ് പിണറായി. അദ്ദേഹത്തിന് അങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ടി.പി. ചന്ദ്രശേഖരനെ കൊന്നിട്ട് ആ ചോര മുഖത്ത് പുരണ്ട് അതിന്റെ ആനന്ദം ആസ്വദിക്കുന്ന ഒരാളാണ് പിണറായി. അതുകൊണ്ട് ഈ കുട്ടികൾ അടിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന ആനന്ദം അതാണ് അദ്ദേഹം. എന്നാൽ പിണറായി വിജയൻ കുടുങ്ങാനുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം പിണറായി വിജയന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, പ്രേരണ അനുസരിച്ച്, ഗൂഢാലോചന പ്രകാരം ഈ 3-4 പേര്, അതായത് ഗൺമാൻമാർ ചാടി എഴുന്നേറ്റ് അടിച്ച് ശരിയാക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന്റെ ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ കണ്ടിട്ടുള്ളത്. ഇത്രയും ക്രൂരമായ കാര്യം ചെയ്തതിൽ പിണറായി വിജയനാണ് മുഖ്യപ്രതിയായി വരുന്നത്. പിണറായി വിജയനെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി അവസാനം കൊടുത്തത് അദ്ദേഹത്തിന് 8ന്റെ പണിയാണ്. ആര് കൊടുത്തിരിക്കുന്നത്? വി.ഡി. സതീശൻ കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ പണിയല്ല, വലിയ പണി തന്നെയാണ്. അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. ആര്? പിണറായി വിജയൻ. ചിലപ്പോൾ ലാവ്ലിൻ കേസിലോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ മറ്റുള്ള കേസിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ കേസിൽ പിണറായി വിജയൻ കൃത്യമായി കുടുങ്ങുന്ന കൃത്യമായിട്ടുള്ള കേസാണ്. ഇപ്പോൾ ആ പോലീസുകാർ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സസ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. പിണറായി വിജയൻ നേരെ കണ്ണൂർക്ക് സ്ഥലം വിടുകയും ചെയ്തു. അദ്ദേഹം ശരിക്കും പേടിച്ചിരിക്കുന്നു. കാരണം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുക പ്രയാസമാണ്. മിനിമം 10 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന നോൺ ബെയിലബിൾ വകുപ്പാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പേരിൽ വരാൻ പോകുന്നത്. എന്തായാലും താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടണ്ടേ പിണറായി. അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മാളികപ്പുറത്തേക്ക് നിൽക്കുന്ന മന്നന്റെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഒരു തവണ മാളികപ്പുറത്ത് കയറിയിരിക്കുന്നതിന് താഴെ പിന്നെ തെരുവിൽ നടക്കേണ്ട ഗതികേട് ഉണ്ടാകും. എന്തായാലും മാറാപ്പ് ചുമക്കുന്ന ഒരാളായിട്ട് നാളെ പിണറായി വന്നാൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പിണറായി ജീവനോടെ ഉണ്ടെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും കൊലപാതകവും മാഫിയ പ്രവർത്തനം നടത്തി എല്ലാ കാലത്തും രക്ഷപ്പെടാമെന്ന് കരുതുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം കരുതുക. നന്ദി, നമസ്കാരം.